നമ്മൾ ധനുഷിൻ്റെ ആ ഒരു സംഭവം, ധനുഷിൻ്റെ ഡയറക്ഷൻ അതിനാണ് മെയിൻ. വേറെ ഒന്നും നോക്കിയാലേ വന്നത്. പക്ഷെ ധനുഷിൻ്റെ ആ ഒരു കൈയോ ഒന്നും പടത്തിൽ വന്നിട്ടില്ല. കാരണം തുമ്പിയെ കൊണ്ട് കലടിപ്പിച്ച പോലെ ഫീൽ ചെയ്തത് പടം മൊത്തത്തിൽ. കാരണം എന്താണ് പറയണത് അറിയണം, പടം മൊത്തത്തിൽ നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ധനുഷ് അടുത്ത പടങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ധനുഷ് തന്നെ ആക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പുറത്തുള്ളവരെ ചെയ്യിപ്പിക്കരുതി വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത് പടം കണ്ടത്. ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായി. കൂടുതലും മലയാളി ചേട്ടാ എങ്ങനെയുണ്ട്? ആ എന്താണ് ഇഷ്ടപ്പെടുന്നതാണ് ഏട്ടാ പടത്തിൽ? യൂത്ത് നോക്കാതെ ധനുഷ് ഡയറക്ഷൻ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് എടുത്തിട്ടുണ്ട്. 6 പാട്ടുണ്ട്, നല്ല പാട്ടുകൾ. ഈ പ്രകാശം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടിരിക്കട്ടെ. ശരിക്കും നമ്മൾ കണ്ട യൂത്തിൻ്റെ കഥയാണോ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ട്? സാധാരണ ഒരു ലവ് ബ്രേക്കപ്പ് വീണ്ടും ഒന്ന് ചേർന്ന് അതൊക്കെ തന്നെ. പിന്നെ നല്ല രസമായിട്ട് കണ്ടോണ്ടിരിക്കും. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗിങ് ആയാലും സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാണ്. ധനുഷിൻ്റെ ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ധനുഷിൻ്റെ ഡയറക്ഷനൊക്കെ കൊള്ളാം. ഇത് പറയുന്നത് ധനുഷ് വെച്ചിട്ടുണ്ട്. ധനുഷിൻ്റെ പഴയ പടമൊക്കെ ഉണ്ട്. ധനുഷിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. പിന്നെ സെറ്റാണ്. ധനുഷിൻ്റെ എല്ലാ ടച്ചുണ്ട്. റൗഡി ബേബി എല്ലാം ചെറിയ സീക്വൻസ് ഒക്കെ കൊടുത്ത് അടിപൊളി പടം. മാത്യു ഒക്കെ എല്ലാവരും മാത്യു ഒരു എന്താ പറയുക, മാത്യു ഒരു ഡബ്ബ് മാത്രം ചെറിയൊരു ശോകമായിട്ട് ബാക്കിയൊക്കെ സിനിമയൊക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടിരിക്കാനുള്ള സൂപ്പറാണ്. കണ്ടിരിക്കാനൊക്കെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് അടിപൊളി. സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. ധനുഷിൻ്റെ ഡയറക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആ നടൻ്റെ അഭിനയം കാണുമ്പോൾ നമ്മൾ ധനുഷിൻ്റെ ആ ഒരു ക്യാരക്ടറിലാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇത് ധനുഷ് തന്നെയല്ല അഭിനയിക്കുന്നത് എന്നുള്ള ഒരു ഇത് ആ ടോണും ഒരാളൊരു ടോണല്ല, ആ ടോണിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു യൂത്തിൻ്റെ സാധാ പടം തന്നെ. ഇവിടെ ഇപ്പം നമ്മളൊരു ഇന്നലെ മറ്റേ ഈ പടം ഇറങ്ങരുത് ചാക്കോച്ചൻ്റെ പടം, അത് നല്ല അടിപൊളി പടമാണ്. അതുകൊണ്ട് ഒരു ഇതായിപ്പോയി. കാരണം ഹെഡ്സെറ്റ് ബേബി ഇറങ്ങിയിട്ടുണ്ട്, ഡ്രാഗ് ഇറങ്ങിയിട്ടുണ്ട്. ഡ്രാഗൺ നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, എല്ലാവരും കയറി ഇങ്ങനെ കാണത്തില്ല. പയ്യന്മാർ മാത്രമേ കയറി കാണത്തുള്ളൂ. പൈസ കൊടുത്ത് കണ്ട മുതലാണോ? പൈസ കൊടുത്ത് കണ്ട മുതലാണ്. പയ്യൻ ഫ്രണ്ട്സായിട്ട് വന്നിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല എൻജോയ്മെൻറ്റ് ഫ്രണ്ട്സായിട്ട് വന്നിരുന്നു.